ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യണ ഒരു പ്രോബ്ലമാണ് ഈ ലൈറ്റും ഫാനും ഓഫ് ചെയ്യുക എന്നുള്ളത്. ആ സംഭവം ഞാൻ എപ്പോഴും മറന്നു പോകും. ആൻഡ് അതിൻ്റെ ഒരു സൊല്യൂഷനായിട്ട് നമുക്ക് റിമോട്ടിൽ കൺട്രോൾ ചെയ്യണതും അത് മറ്റേ അലക്സ ത്രൂ കൺട്രോൾ ചെയ്യണ ഫാനും ലൈറ്റൊക്കെ ഉണ്ട്. ബട്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ആ രണ്ട് സംഭവമില്ല. ഇതിപ്പോൾ ഒരു നോർമൽ ഫാനാണ്, അതൊരു നോർമൽ ലൈറ്റാണ്. ആൻഡ് ഇത് കൺട്രോൾ ചെയ്യണത് ഈ സ്വിച്ച് വെച്ചാണ്. ഇത് വെച്ച് ഓണാക്കുക ഓഫാക്കുക, ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. സോ എനിക്ക് ഈ ലൈറ്റും ഫാനൊക്കെ ഓട്ടോമേറ്റ് ചെയ്യണം എന്നുള്ളത് കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ്. ആ ടൈമിൽ എനിക്ക് കോഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതെങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യും, മൈക്രോ കൺട്രോളേഴ്സ് അങ്ങനത്തതിനെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഉണ്ടായില്ല. സോ ഇപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഏറെക്കുറെ ഐഡിയാസ് ഉണ്ട്. അപ്പം ഞാൻ എന്താ വിചാരിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ESP32 യൂസ് ചെയ്തിട്ട് ഈ രണ്ട് സംഭവം ഓട്ടോമേറ്റ് ചെയ്തെടുക്കാനാണ്. അതാണ് പ്ലാൻ. അപ്പോൾ അത് അച്ചീവ് ചെയ്യാനായിട്ട് ESP അല്ലാണ്ട് നമുക്ക് വേറെ കുറച്ച് സംഭവങ്ങളൊക്കെ വേണ്ടി വരും. ലൈക്ക് ഒരു റിലേ, ESP വെച്ച് നമുക്ക് റിലേ കൺട്രോൾ ചെയ്തിട്ടായിരിക്കും ഇത് ചെയ്യൽ. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം എന്തൊക്കെ പാർട്സ് വേണം. സോ അപ്പോൾ ഈ പ്രൊജക്റ്റിന് ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ESP8266. ഞാൻ നേരത്തെ ESP32 എന്നാണ് പറഞ്ഞത്. ഇതതിൻ്റെ ഒരു ചീപ്പർ വെർഷനാണ്. സോ ഇതായാലും വലിയ വിഷയമൊന്നുമില്ല. പിന്നെ ഉള്ളത് 2 ചാനൽ റിലേ ആണ്. ഇത് നമ്മുടെ ഫാനും ലൈറ്റും സെപ്പറേറ്റ് ആയിട്ട് ഓഫ് ചെയ്യാനായിട്ടാണ് ഈ റിലേ. പിന്നെ നമുക്കിതെല്ലാം പവർ ചെയ്യാനായിട്ട് ഒരു DC അഡാപ്റ്റർ അല്ലെങ്കിൽ AC to DC കൺവേർട്ടർ. ഇതൊരു 5 വോൾട്ടിൻ്റെ അഡാപ്റ്ററാണ് അല്ലെങ്കിൽ AC to DC കൺവേർട്ടറാണ്. സോ ഈ സംഭവങ്ങളെല്ലാം നമുക്ക് റോബു എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്ന് ഓർഡർ ചെയ്യാൻ പറ്റും. ഇത് പ്രോട്ടോടൈപ്പിംഗ് ബോർഡാണ്. അപ്പോൾ ഇതിനകത്ത് ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം സ്വിച്ച് ബോർഡിൻ്റെ അകത്തോട്ടാക്കാൻ. ഞാൻ ആദ്യം ഈ പ്രൊജക്റ്റിന് വേണ്ടി ESP32 മേടിക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞാൻ 8266 മേടിച്ചു. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന്, ഈ ESP32 8266 എക്സ്പെൻസീവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 8266 എടുക്കാമെന്ന് വിചാരിച്ചു. അതിന് കുറച്ച് ട്രേഡ് ഓഫ്സ് ഒക്കെ ഉണ്ട്. കാരണം 32-ന് 8266 പെർഫോമൻസ് കൂടുതലുണ്ട്. ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടി ESP8266 ഒരു നല്ല ഓപ്ഷനായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് ESP8266 ഈ പ്രൊജക്റ്റ് ഫുള്ള് ബിൽഡ് ചെയ്യണത്. ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സംഭവം എല്ലാം കൂടെ ഒരു ബോർഡിലേക്ക് ആക്കണം. അത് വർക്കാവില്ല എന്നറിയാൻ വേണ്ടി. ഇതാണ് ആ സംഭവം. ഇതിനകത്ത് ഇപ്പോൾ എല്ലാം കൂടെ ഒന്നാക്കിയിട്ടുണ്ട്. പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൽ പ്രോഗ്രാം ചെയ്യണം. അപ്പോഴാണിത് വൈഫൈ അല്ലെങ്കിൽ ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫാനും ലൈറ്റൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ കോഡ് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്, അതും കാണിച്ചു തരാം. ഈ കോഡിൻ്റെ ഗിറ്റ്ഹബ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ പോയി നോക്കാം. ഇതാണ് ഇതിൻ്റെ കോഡ്. സോ ഈ കോഡ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് HTTP റിക്വസ്റ്റ് നമ്മുടെ ESP32 സെൻഡ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് 2 HTTP മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഒന്ന് പോസ്റ്റും ഒന്ന് ഗെറ്റും. ഈ പോസ്റ്റിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ LED ഓൺ ആക്കുകയും അല്ലെങ്കിൽ ഈ ലൈറ്റ് ഫാനൊക്കെ ഓൺ ആക്കുകയും ഓഫ് ആക്കുകയൊക്കെ ചെയ്യണത്. ഈ ഗെറ്റിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കറൻ്റ് ഈ ലൈറ്റ് ഓൺ ആണോ അല്ലെങ്കിൽ ഈ ഫാൻ ഓൺ ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് ഈ ഗെറ്റിൻ്റെ മെത്തേഡ് യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇതിൻ്റെ വർക്കിംഗ് കാണിച്ചാൽ. സോ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ലൈറ്റ് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റ് ഓൺ എന്നുള്ള സ്റ്റാറ്റസ് ആയിട്ട് നമുക്ക് പോസ്റ്റ് റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ലൈറ്റിൻ്റെ റിലേ ഓൺ ആവും. അതല്ല നമുക്കിപ്പോൾ ഫാൻ്റെ റിലേ, ഇപ്പോൾ ഫാനും ലൈറ്റും രണ്ടും ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫാൻ്റെ നമുക്ക് സ്റ്റാറ്റസ് ആയിട്ട് ഓൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ടും ഓൺ ആക്കാൻ പറ്റും. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് ആണ് കിട്ടേണ്ടത്, ലൈറ്റ് ഓൺ ആണോ ഓഫ് ആണോ എന്നാണ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗെറ്റ് റിക്വസ്റ്റിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സ്റ്റാറ്റസ് കിട്ടും. ഇതിപ്പോൾ രണ്ടും ഓൺ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരെണ്ണം ഫാൻ ഓഫ് ആക്കിയിട്ട് നോക്കാം. എന്നിട്ട് നമ്മൾ സ്റ്റാറ്റസ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് ഗെറ്റ് റിക്വസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും, ഓൺ ആണോ ഓഫ് ആണോ എന്നാണ്. ഇതിനകത്ത് പ്ലാറ്റ്ഫോം IO എന്ന് പറഞ്ഞ ഈ എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ESP32 മാത്രമല്ല അർഡീനോ, ഊണോ, നാനോ അങ്ങനെ ഒട്ടുമിക്ക എല്ലാ മൈക്രോ കൺട്രോളേഴ്സും നിങ്ങൾക്ക് ഇതുപയോഗിച്ച് കോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഇത്തിരിയും കൂടെ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് അലാറം സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ കോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൈഫൈ വഴി തന്നെ കോഡ് സെൻഡ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കോഡ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നേരെ കൊണ്ടുവെക്കാൻ പോണത് സ്വിച്ച് ബോർഡിനകത്താണ്. അപ്പോൾ ഇനി വല്ല ബഗ്സും കാര്യങ്ങളും അല്ലെങ്കിൽ വല്ല ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അയച്ചെടുക്കുക എന്നുള്ള ഭയങ്കര പണിയാണ്. അപ്പോൾ ഇതിനകത്തോട്ട് ഇനി വല്ല പുതിയ ഫേംവെയർ ഒക്കെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് വൈഫൈ യൂസ് ചെയ്ത് തന്നെ ESPയിലേക്ക് ഫേംവെയർ എല്ലാം സെൻഡ് ചെയ്യാൻ പറ്റും.
ഈ അലാം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലൈറ്റും ഫാനും ഓൺ ആവണോ ഓഫ് ആവണോ. ലൈക്ക് ഇപ്പം ഞാൻ കൊടുത്തേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടൈം ആവുമ്പോൾ ഫാൻ ഓഫ് ആവും എന്നിട്ട് ലൈറ്റ് ഓൺ ആവും. അത് 1 മിനിറ്റ് എന്ത് ചെയ്താലും അങ്ങനെ തന്നെ ഇരിക്കും. സോ ആ ഒരു ഇതും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ യാത്ര അപ്ഡേറ്റ്സ് ആണ് ഇന്നലെ കൊടുത്തത്. വേറൊരു ഫീച്ചർ ആഡ് ചെയ്തേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഫിസിക്കൽ സ്വിച്ച് ഉപയോഗിച്ചും ഓണാക്കാം ഓഫാക്കാം, അല്ലെങ്കിൽ നമുക്ക് പോസ്റ്റ് റിക്വസ്റ്റ് അല്ലെങ്കിൽ HTTP റിക്വസ്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ടും നമുക്ക് ഈ ലൈറ്റ് ഓൺ ആക്കാനും ഓഫ് ആക്കാനും പറ്റും. ഇനിയിപ്പോൾ ഇതുകൊണ്ട് ഈ സ്വിച്ച് ബോർഡിനകത്ത് വെച്ചിട്ട് വർക്ക് ആവില്ലേ എന്ന് നോക്കണം. അതാണ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ്. ഇന്നലെ സ്വിച്ച് ബോർഡ് വെച്ചപ്പോഴാണ് അറിയണത് ഇത്രയും സംഭവങ്ങൾ ഈ സ്വിച്ച് ബോർഡിനകത്ത് വെക്കാനുള്ള സ്ഥലമില്ല. അത് ആദ്യമേ നോക്കേണ്ടതായിരുന്നു. അപ്പോൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ പോയി PVC പൈപ്പ് എടുത്ത് അത് കട്ട് ചെയ്ത് ഫ്ലാറ്റ് ആക്കിയിട്ട് ഒരു എൻക്ലോഷർ ഇതിന് വേണ്ടി പണിത്. അതാണിത്. ആൻഡ് ഇപ്പോൾ ഈ അർഡുയിനോ ഈ റിലേ എല്ലാം ഇരിക്കുന്നത് ഈ ഒരു എൻക്ലോഷറിനകത്താണ്. ആൻഡ് ഇത് നമ്മുടെ സ്വിച്ച് ബോർഡിൻ്റെ പൊക്കത്തായിട്ട് വെച്ചിട്ടുണ്ട്. സോ അപ്പോൾ ഇനി ഈ സംഭവം ഉപയോഗിച്ച് എനിക്ക് ഫാനും ലൈറ്റൊക്കെ റിമോട്ടായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആൻഡ് ഇതിൽ കറണ്ടിൻ്റെ ഇതൊക്കെ ഇൻവോൾവ് ആയതുകൊണ്ട് ട്രൈ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ട്രൈ ചെയ്യുക, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഐഡിയ ഇല്ലെങ്കിൽ ട്രൈ ചെയ്യാണ്ടിരിക്കുക. ആൻഡ് പിന്നെ ഉള്ളത്, നിങ്ങൾക്ക് വല്ല ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലൈക്ക് ഇപ്പോൾ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും പ്രൊജക്റ്റിൻ്റെയൊക്കെ ഐഡിയ ഉണ്ടെങ്കിൽ അതെല്ലാം കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇനി നെക്സ്റ്റ് വീഡിയോ എന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സംഭവം ഫുള്ള് ഒരു ആപ്പ് ത്രൂ കൺട്രോൾ ചെയ്യുന്ന രീതിയിലാക്കാനാണ്. അപ്പോൾ ഫ്ലട്ടർ ഉപയോഗിച്ച് ഒരു ആപ്പ് ഉണ്ടാക്കണം. സോ നെക്സ്റ്റ് വീഡിയോ അതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും, ഈ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ. സോ നെക്സ്റ്റ് വീഡിയോ ഈ ഫ്ലട്ടർ ആപ്പ് ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ആൻഡ് ഈ വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. ആൻഡ് താങ്ക് യു ഫോർ